നമസ്കാരം. സാരംഗ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം വീണ്ടും ഒരു കനത്ത മഴക്കാലത്തിലേക്ക് നീങ്ങുമ്പോൾ കേരളം കണ്ട ഏറ്റവും ഭീകരമായ മഹാപ്രളയത്തിന് പിന്നിലെ കറുത്ത കൈകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വീണ്ടും ചർച്ചയാവുന്നു. ഇത് പ്രകൃതിക്ഷോഭമായിരുന്നില്ല, മറിച്ച് കരിമണൽ മാഫിയയ്ക്ക് കോടികൾ കൊള്ളയടിക്കുവാൻ വേണ്ടി ഭരണകൂടം സ്പോൺസർ ചെയ്ത ഒരൊന്നൊന്നര മനുഷ്യനിർമ്മിത ദുരന്തം ആയിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ 41 നദികളും അറബിക്കടലിലേക്ക് ഒഴുകിച്ചേരുന്നവയാണ്. സ്വാഭാവികമായ ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയാണ് മലയാളികൾക്ക് മേൽ പ്രളയം അടിച്ചേൽപ്പിച്ചത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് കരിമണൽ മാഫിയയും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. കരിമണൽ ഖനനത്തിന് വേണ്ടി ജനങ്ങളെ ബലി കൊടുത്ത് തീരദേശങ്ങളിലെ കരിമണൽ ഖനനത്തിന് വെള്ളപ്പൊക്കവും ശക്തമായ നീരൊഴുക്കും വലിയൊരു തടസ്സമായിരുന്നു. പ്രകൃതിദത്തമായി വെള്ളം ഒഴുകിപ്പോയാൽ കരിമണൽ മാഫിയയ്ക്ക് യഥേഷ്ടം കൊള്ളയടിക്കുവാൻ കഴിയില്ലായിരുന്നു. ഇതിനായി കരിമണൽ കമ്പനികളുടെ കയ്യിൽ നിന്നും കോടികൾ കൈപ്പറ്റി അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഡാമുകളിലെ ഷട്ടറുകൾ തുറക്കാതെ വെള്ളം ബ്ലോക്ക് ചെയ്തു വെച്ചത്. കരിമണൽ മാഫിയയുടെ കമ്മീഷൻ പണത്തിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ച് അധികാരികൾ ചൂതാടിയത്. ഒടുവിൽ ഡാമുകൾ താങ്ങാനാവാത്ത അവസ്ഥയിൽ വന്നപ്പോൾ മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ ഡാമുകളും ഒരുമിച്ച് അർദ്ധരാത്രിയിൽ തുറന്നുവിട്ടു. ഒരു ജനതയെ ഉറക്കത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു അവർ ചെയ്തത്. പ്രാണരക്ഷാർത്ഥം വീടിൻ്റെ മേൽക്കൂരകളിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നു. ഒടുവിൽ ഹെലികോപ്റ്ററുകൾക്ക് നേരെ കൈകൂപ്പി കരഞ്ഞു. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ചെളിവെള്ളത്തിൽ ഒലിച്ചു പോയത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായരായ ജനങ്ങൾ. ഒരു ജനത അനുഭവിച്ച ഈ നരകയാതനയും വിലാപങ്ങളും വരും തലമുറയ്ക്ക് പോലും മറക്കാൻ കഴിയാത്ത വലിയൊരു വൈകാരികമായ മുറിവാണ് സമ്മാനിച്ചത്. പിണറായി വിജയനും എം മണിയും വിചാരണ ചെയ്യപ്പെടണം. ഈ വൻ ദുരന്തത്തിന് പിന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എം മണിയും ഉൾപ്പെടെയുള്ള ഉന്നതതല നേതാക്കൾക്കുമാണ് നേരിട്ട് ഉത്തരവാദിത്തമുള്ളത്. കരിമണൽ മാഫിയയ്ക്ക് വേണ്ടി ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഈ ആരോപണങ്ങളിൽ നിന്നും ഇവർക്ക് ഒളിച്ചോടുവാൻ കഴിയില്ല. ഈ വൻ ദുരന്തത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയും ശാസ്ത്രീയ തെളിവുകളുടെയും സഹായത്തോടെയുള്ള ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഈ നരാധിപന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വി.ഡി. സതീശന് കഴിയുമോ? അത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു പ്രതിബദ്ധതയായിരിക്കും. അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് പൂർണ്ണമായും യോജിപ്പുണ്ടെങ്കിൽ ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. സാരംഗ ന്യൂസിന് വേണ്ടി ജയകുമാർ.